ഹലോ. അപ്പോൾ സദാകൃഷ്ണ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാചകമൊന്നുമല്ല, ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു 3 ലിറ്ററോളം ഡിഷ് വാഷ് സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞങ്ങളിത് മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. 120 രൂപ, 140 MRP, 120 രൂപയ്ക്ക് കിട്ടി. അതിൽ 5 ഐറ്റമോ 6 ഐറ്റമോ ഒന്നുമില്ല, ആകെ 2 ഐറ്റമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം അതിലോട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വേറെ അലുമിനിയോ അതൊന്നും എടുക്കരുത്, പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ എടുക്കണം. അതിലോട്ട് നമുക്ക് ഒരു 2.25 ലിറ്റർ വെള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം 3 ലിറ്റർ ഉണ്ടാവും. നമുക്കൊരു സിറം കിട്ടുന്നുണ്ട്, അതൊരു 750 മില്ലി ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് ഇളക്കാനായിട്ടൊരു മരത്തടിയാണ് ആവശ്യം. അപ്പോൾ ആ മരത്തടിയോ മരത്തിൻ്റെ സ്പൂൺ എന്തായാലും കുഴപ്പമില്ല, മരം കൊണ്ടുള്ളതേ പറ്റുള്ളൂ. വേറെയുള്ള സ്പൂണോ തവിയോ ഒന്നും എടുക്കരുത്. പിന്നെ നമുക്ക് കിട്ടിയത് നിന്നിട്ട് മഞ്ഞ കളറുള്ളൊരു പൊടി മിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ വെള്ളത്തിലോട്ടിട്ടിട്ട് ഇളക്കി കൊണ്ടേയിരിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഇളക്കി ഇത് നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആവണ വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് അളവ് കുപ്പിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 500-ൻ്റെ ഒക്കെ കപ്പ്, ഞാനത് അങ്ങനെയാണ് എടുത്തത്. 500-ൻ്റെ കപ്പ് എടുത്തിട്ട് ഒരു 4 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു. അപ്പോൾ തന്നെ 2 ലിറ്റർ, പിന്നെ അതിൻ്റെ പകുതിയും എടുക്കുമ്പോൾ 2.25, അങ്ങനെ 2.25 ലിറ്ററോളം വെള്ളം എടുത്തു. നമുക്ക് ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 8 മണിക്കൂറോ ഒന്നും നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ വിമ്മൊക്കെ വാങ്ങില്ല, അതേ മണവും അതേ നല്ല സാധനമാണ്. കാരണം ഈ 6 ഐറ്റവും 8 ഐറ്റമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ 2 ഐറ്റം കൊണ്ട് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ആകെ 120 രൂപയുള്ളൂ, 3 ലിറ്ററും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സൈഡിലേക്ക് തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. തിരിച്ചിങ്ങോട്ട് ഇളക്കാൻ പാടില്ല, ഒരേ സൈഡിൽ വട്ടത്തിൽ തന്നെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ സിറം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, ആ കട്ടിയായി വരുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വലിയ വില കൊടുത്തൊന്നും അങ്ങാടിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നി സോപ്പും അങ്ങനെയുള്ള കുറേ ഹോൾസെയിൽ വിലയ്ക്കൊക്കെ കിട്ടുന്ന അതിൻ്റെ മാത്രമുള്ള ഷോപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് കിട്ടും ഇത്. ഞാൻ ആ സ്ലിപ്പ് കാണിച്ചിരുന്നു, അതിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ച് നോക്കിയാൽ ആവശ്യക്കാർക്ക് അത് കിട്ടും ചെയ്യുന്നുണ്ടാവും. ഞാനിത് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. 10 മിനിറ്റ് ശേഷം ഞാൻ അപ്പോഴേക്കും വേറെ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങി. മോള് വരെയും അത് കൈയൊക്കെ കഴുകാൻ ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു മിക്സ് തന്നെയാണിത്. ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിക്കായി. ആ പഴയ ലൂസ് കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് നമ്മൾ വാങ്ങുന്ന അതേ രൂപത്തിലായിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. കുപ്പിയിലെ കട്ടിയുള്ള ദ്രാവകമായിട്ട് എല്ലാം ഒന്നും പോയി കിട്ടില്ല. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് പാത്രങ്ങൾ എടുക്കാം. ഞാനത് കുറച്ചും കൂടി കുലുക്കി ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ഞാൻ ആ കുപ്പിയിലേക്ക് തന്നെ ആദ്യം കുറച്ച് ഒഴിച്ചു വെച്ചു. നമ്മുടെ ഈ പഴയ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചാലും മതി. എൻ്റെ അങ്ങനത്തെ ബോട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സാധാ ഈ കൊണ്ടുവന്ന കുപ്പി തന്നെ ഒന്ന് ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു കന്നാസിലും ഒഴിച്ചു വെച്ചു കേട്ടോ. അത്യാവശ്യമുണ്ട്, നമുക്ക് എന്തായാലും കുറേ കാലത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ കട്ടിയും, അതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാവരും അത് വാങ്ങി ഇനി പുറത്തുനിന്നേ വാങ്ങണ്ട, ഇതേപോലെ ഉണ്ടാക്കിക്കോളൂ. ഇതാകുമ്പോൾ സൗകര്യമാണ്. മറ്റേത് 5ഉം 6ഉം മിക്സൊക്കെ ആകുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ബക്കറ്റ് വേണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുമില്ല, വിലയും കുറവ്. ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. നല്ല ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ്. ഈ ബോട്ടിലാണ് കേട്ടോ, 163 എന്തോ ഉള്ളു വില. പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു ബോട്ടിലും കൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ സ്ക്രബും എല്ലാം കൂടിയാണ് കേട്ടോ ആ റേറ്റ്. ഞാൻ എന്തായാലും ലിക്വിഡ് ഉണ്ടാക്കിയ ശേഷം ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ 2-3 ആഴ്ച ഇത് വാങ്ങിയിട്ട്.
കണ്ടില്ലേ, നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് അത്യാവശ്യം അത് നമ്മൾ സാധാരണ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ആ ബോട്ടിലില്ലേ അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ സ്ക്രബ് വെക്കാനൊരു പ്ലേസ് ഉണ്ട്, അതിൽ തന്നെ വെക്കാം. നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോയി വെക്കേണ്ട. അതിൻ്റെ ടോപ്പിൽ തന്നെ അത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. കണ്ടില്ലേ, ഈ ബോട്ടിലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ. ഇത് ആദ്യം പ്രസ് ചെയ്തപ്പോൾ അത് വരുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇത് കംപ്ലൈൻറ്റ് ആണോ എന്ന് വിചാരിച്ചു. അല്ല, പക്ഷേ കണ്ടില്ലേ, ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രബ് അതിലോട്ട് വെച്ച് കൊടുക്കാം. പത കണ്ടില്ലേ, നല്ല പതയാണ്. 10 മിനിറ്റ് ഞാനിത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.